എന്റെ ഉടുപ്പ് നീ മോട്ടിച്ചോ? ഇത് ചെറിയ ഉടുപ്പല്ലേ? പക്ഷെ എന്റെ സ്റ്റൈലാണല്ലോ ഉടുപ്പ്. ആ ഞാനത് പറയട്ടെ? വേണ്ട. അനുമാനത്തിന്റെ അടുത്ത് പറയട്ടെ? എന്ത് നോ നോ, ഇത് റിയലിയാണ്. മെല്ലെയൊന്ന് പാടി നിന്നെ ഞാൻ ഉണർത്തിയോ മനെ, കണ്ണിലുള്ള കനവൂതാതെ നിൻ ചുണ്ടിലുള്ള ചിരിമായാതെ, പാതി പെയ്ത മഴ കാണാതെ വിൺ പാരിജാത മലരറിയാതെ. എനിക്ക് വയ്യ ശ്രീഹരിക്കുട്ട, ഇത് എന്തോന്ന്? ഓറഞ്ച് ഇത് എന്തോന്ന്? ഔട്ട് ഓഫ് ദിസ് വേൾഡ്. ഇന്ന് നല്ല മൂടായിരുന്നല്ലോ രണ്ടുപേർക്കും. എല്ലാ ദിവസവും അങ്ങനെയാണ്, നല്ല മൂടാണ്. രണ്ടുപേർക്കും വലിയൊരു കൈയടി രണ്ടുപേർക്കും. താങ്ക് യു സർ. ഉഗ്രൻ, ഒരു മികച്ച പെർഫോമൻസ്. ഡുവറ്റ് പെർഫോമൻസിൽ എനിക്ക് തോന്നിയ ഒരു വണ്ടർഫുൾ പെർഫോമൻസ് ആയിരുന്നു. ഭയങ്കര ചുന്ദരിയാണ്. പക്ഷെ ഈ സൗന്ദര്യം കൂട്ടാനായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഒരു കടയിൽ അത് കണ്ടു ഞാൻ ഉദ്ദേശിച്ച സംഭവം. അപ്പൊ അത് ഇവിടെ കൊണ്ടുവന്നു. നല്ല സെലക്ഷൻ കേട്ടോ. വളരെ ഇഷ്ടമുള്ളൊരു പാട്ടാണ്. പാടിയിട്ടുണ്ട്, കുഴപ്പമില്ല, നന്നായിട്ട് പാടിയിട്ടുണ്ട്. ആ സംഗതി കേൾക്കുമ്പോ അങ്ങനെ വളരെ ഈസി ആയിട്ടാണ് നമുക്ക് തോന്നുന്നത്. പക്ഷെ ഇന്ന് ആവണി പാടിയപ്പോഴാണ് ഓ ഇത്രയും ഉണ്ടോ, ഇത്ര സംഭവം ഉണ്ടോ അതില്, അങ്ങനെ തോന്നിയത്. പക്ഷിക്കൂട്ടം ചേക്കേറാകൂട്ടിൽ നിന്നും പറന്നിടുന്നേ, ചുറ്റിക്കറങ്ങിടുന്നേ. നന്നായിട്ട് പാടിയോളെ, രസമായിരുന്നു. എനിക്ക് തോന്നി ഒന്നുകൂടെ അടിച്ച് പാടിയാൽ നന്നായിരിക്കും. ചിലപ്പോ കാണുമ്പോഴത്തേക്ക് എനിക്ക് അയ്യോ ശിവകുട്ടിയല്ലേ, നമ്മുടെ മുത്തല്ലേ, എന്തിന് ഇത്രയും കഷ്ടപ്പെട്ട് പാടണം എന്ന് തോന്നും. ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് വാട്ട് യു ആർ ഗോയിങ് ത്രൂ. ചേട്ടൻ അത് ബ്യൂട്ടിഫുൾ ആയിരുന്നു തന്നെ. ചേട്ടൻ വയ്ക്കുന്നില്ല, ഞാൻ ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും? എന്നിട്ട് ഞാൻ ശ്വാസം മുട്ടിയിരിക്കാൻ. അല്ല എന്നാലും ഒരു ഫോട്ടോ എടുക്കാനെങ്കിലും. വേണ്ട വേണ്ട, എനിക്ക് കിട്ടി. ഇതാരാണെന്ന് അറിയാമോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഫേസ്ബുക്കിൽ ഇടും. നമ്മുടെ മനസ്സിനെ പിടിച്ച് വലിച്ച് അകത്ത് കൊണ്ടുപോയെന്ന ഒരു പാട്ടാണ് രാജാ സാർ. കേൾക്കാനും കാണാനും വളരെയധികം മനോഹരമായിരിക്കും. ഒറ്റ വാക്ക് പറഞ്ഞാൽ സൂപ്പർ. ഒരു കിമിക്കുമില്ലാതെ അത് ആ പാട്ട് എന്താണോ ആവശ്യപ്പെടുന്നത് അതിന് അർഹമായ രീതിയിലുള്ള മെലഡിക് ബ്യൂട്ടി കൂടെ കൊടുത്ത് പാടും. അസലായിട്ട് പാടി കേട്ടോ, നല്ല കോൺഫിഡൻസോട് വളരെ ഭംഗിയായിട്ട് പാടി. കടവിൽ വെച്ച് അന്ന് നിന്നെ ഞാൻ കണ്ടപ്പോൾ പാട്ട് വന്നത് പവിഴ ചുണ്ടിൽ. പാതി നിർത്തിയതെന്താണ്, പാതി നിർത്തിയതെന്താണ്? കേശാദി പാദം തൊഴുന്നേ കേശവ, കേശാദി പാദം തൊഴുന്നേ, കേശാദി പാദം തൊഴുന്നേ കേശവ, കേശാദി പാദം തൊഴുന്നേ. സ്നേഹവേദിയിൽ വാത്സല്യ മധുരവുമായി നമ്മുടെ പ്രിയപ്പെട്ട ജഡ്ജസ്. വെൽക്കം എം ജി അങ്കിൾ. എം ജി അങ്കിൾ, ചേച്ചി, സ്വരവസന്തത്തിലെ ലയമധുരം നമ്മുടെ പ്രിയപ്പെട്ട ബാൻഡ്. വെൽക്കം ഫ്ലവേഴ്സ് ടോപ്പ് ബാൻഡ്. ടോപ്പ് സിംഗറിൽ ഒന്നാം സമ്മാനം ലഭിക്കുന്ന വിജയ്ക്ക് തുളസി ഡെവലപ്പേഴ്സ് നൽകുന്ന 50 ലക്ഷം രൂപയുടെ ഒരു ഫ്ലാറ്റ്. രണ്ടാം സമ്മാനം കിവി ഐസ്ക്രീം നൽകുന്ന 15 ലക്ഷം രൂപ. മധുര സംഗീത വിരുന്നിലേക്ക് ടോപ്പ് സിംഗറിന്റെ സ്വന്തം ആവണിക്കുട്ടി എത്തുന്നു. വെൽക്കം ആവണി ഓൺ സ്റ്റേജ്.
അവണി എന്തോ എന്താ സുഖമായിരിക്കുന്നോ? എങ്ങനെയുണ്ട് ബ്യൂട്ടി പാർലറൊക്കെ? കുഴപ്പമില്ല. പിന്നെ ഏത് പാട്ടാ നമ്മൾ പാടുന്നത്? ചീരപ്പൂകൾ കുമ്മോടുക്കണം. ഓ സൂപ്പർ സോങ്. ധനം എന്നാണോ ചിത്രത്തിന്? ഏത് വർഷമാണത്? 1991. നല്ല പാട്ടാണ്, നല്ല മനോഹരമായിട്ടുള്ള. ചിത്രയല്ലേ പാടിയത്? ചിത്രാമ്മ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അവണിക്കുട്ടി ഓൾ ദ ബെസ്റ്റ്. തെന്നലറിയാതെ പല്ലവിയില് തിന്നലറിയാതെ 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 അത് അണ്ണാറ് കണ്ണനറിയാതെ ചീരപ്പൂവുകൾ കുമ്മ കൊടുക്കണ നീലക്കുരുവികളെ ചീരപ്പൂവുകൾ കുമ്മ കൊടുക്കണ നീലക്കുരുവികളെ ചീരപ്പൂവുകൾ കുമ്മ കൊടുക്കണ നീലക്കുരുവികളെ തിന്നലറിയാതെ അണ്ണാറ് കണ്ണനറിയാതെ മിന്നിക്കരയണ കാണാപ്പൂവിന്റെ കണ്ണീരൊപ്പാമോ ഊഞ്ഞാലാട്ടിയുറക്കാമോ ചീരപ്പൂവുകൾ കുമ്മ കൊടുക്കണ നീലക്കുരുവികളെ
നല്ല സെലക്ഷൻ കേട്ടോ. താങ്ക് യു സർ. എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു പാട്ടാണ്. അവള് നന്നായിട്ട് പാടിയിട്ടുണ്ട്, കുഴപ്പമില്ല, നന്നായിട്ട് പാടി കേട്ടോ. ഈ സംഗതികളൊക്കെ നമുക്ക് നാച്ചുറലായിട്ട് വന്നാൽ നന്നായിരുന്നേന്. എൻ്റെ ഒരു സജഷനാണ് അത്. ഇങ്ങനെ വിറപ്പിച്ച് കഴിഞ്ഞാൽ എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ ബ്യൂട്ടി പോവും. ആ ഫസ്റ്റ് ലൈൻ ഒന്ന് പാടിക്കേ. അവിടെ തന്നെ ഉണ്ട്, അവിടെ തന്നെ ചീര. അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് ആ ഭംഗി നഷ്ടപ്പെടുന്നു. സിമ്പിൾ. ചീര പൂവുകൾ. സിമ്പിൾ. ചീരപ്പൂവുകൾ കുമ്മ കൊടുക്കണ നീലക്കുരുവികളെ. അടുത്ത തിന്നലറിയാതെ തിന്നലറിയാതെ അണ്ണാറ കണ്ണനറിയാതെ മിങ്ങിക്കരയണ കാണാപ്പൂവിന്റെ കണ്ണീരൊപ്പ. കണ്ണീ അവിടെ അവിടെ ബലം പിടിക്കാതെ. കണ്ണീരൊപ്പാമോ ഊഞ്ഞാലാട്ടിയുറക്കാമോ. അവിടെ എല്ലാം ഊഞ്ഞാലാട്ടിയുറക്കാമോ. അവിടൊക്കെ നല്ല ഊഞ്ഞാലാട്ടിയുറക്കാമോ. ചീരപ്പൂ ചീര ചീര ആരാനേരിന ആരേ നാനാനി നാനി. ഇതാണ് രവീന്ദ്രൻ മാഷ് ഉദ്ദേശിക്കുന്നത്. പിന്നെ വെറ്റില നാമ്പ് മുറിക്കാനും ആ ഹൈ പോർഷൻ പോയത് നന്നായിരുന്നു കേട്ടോ. അവിടെ നല്ലൊരു ഐഡിയ. നല്ല നല്ല വോയിസൊക്കെ നല്ല രസകരമായിരുന്നു അവിടെ. പിന്നെ ഒരു കാര്യം കൂടെ വിട്ടുപോയി, വേർഡ്സ്. അതെ, ഇതെല്ലാം ഇപ്പോഴും ശങ്കരൻ തെങ്ങേ തന്നെ എന്ന് പറയുന്ന അവിടെ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ ടോട്ടലായിട്ട് നോക്കുമ്പോൾ ഒരു ഇൻകൺസിസ്റ്റൻസി ഫീൽ ചെയ്യുന്നുണ്ട്. പാട്ട് പാടിയോന്ന് വെച്ച് കഴിഞ്ഞാൽ പാടിയിട്ടുണ്ട്, അതിൻ്റെ പാട്ടിൻ്റെ മേളിൽ കൂടെ യാത്ര ചെയ്തു. പക്ഷെ പാട്ടിനുള്ളിലോട്ട് കടന്നു ചെന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതില്ലെന്ന് തന്നെ പറയേണ്ടി വരും. നല്ലൊരു ഐഡിയ ആയിരുന്നു, വളരെ ഗുഡ് സെലക്ഷൻ. മീനുട്ടി, എന്തോ എന്റെ മീനുട്ടി ഭയങ്കര ചുന്ദരിയാണ്. പക്ഷെ ഈ സൗന്ദര്യം കൂട്ടാനായിട്ട് എന്ത് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞാൽ മുഖമല്ലേ, മുഖത്തെ ആ ശ്രീ എങ്ങനെ എന്റെ മോക്ക് കൊണ്ടുവരാം എന്നിങ്ങനെ ആലോചിച്ചപ്പോഴത്തേക്കും ഒരു കടയിൽ അത് കണ്ടു, ഞാൻ ഉദ്ദേശിച്ച സംഭവം. അപ്പൊ അത് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് മീനുട്ടിക്ക് ഇട്ട് കൊടുക്കാം. അത് തിരിഞ്ഞേക്ക് എന്താണ്? അപ്പൊ സൗന്ദര്യം കൂടി. ഇതെന്താ? അയ്യോ എന്റെ അച്ഛാ, എന്തൊരു സ്നേഹം എന്റെ അടുത്ത്. നല്ല ഭംഗി കേട്ടോ. ശ്ശോ, എത്ര കഷ്ടപ്പെട്ട്. കണ്ണും കൂടി കാണത്തില്ല. ആ മക്കളെ എന്ത് പറയുന്നു, എങ്ങനെ പാടി? തൊണ്ടയ്ക്ക് ചെറിയ സ്ട്രെയിൻ ഉള്ളത്, സംഗതി അത്ര പെർഫെക്റ്റ് ആയില്ലേ. തൊണ്ടയ്ക്ക് കുറച്ച് സ്ട്രെയിൻ ഉണ്ട്, അത് സാധാരണ എല്ലാവർക്കും സംഭവിക്കുന്നതാണ്. ഇന്ന് എനിക്കും സ്ട്രെയിൻ ഉണ്ട് തൊണ്ടയ്ക്ക്, പാടാൻ ബുദ്ധിമുട്ടാണ്. അത് ചില ദിവസങ്ങളിൽ നമുക്ക് അങ്ങനെ ആയിരിക്കും. പക്ഷേ ബേസിക്സ് നമ്മൾ കറക്റ്റായിട്ട് വരണം. സുഷ് നീലക്കുരുവികളെ നീലക്കുരുവികളെ. അത്രയും നീണ്ടുപോയി കഴിഞ്ഞാൽ താളം എവിടെ പോവും. അത് പാടില്ല. ചീരപ്പൂകൾ കുമ്മ കൊടുക്കണ നീലക്കുരുവികളെ. അതാണ്. അപ്പൊ ഇപ്പൊ എന്ത് സംഭവിച്ചു? കുറച്ചുകൂടെ ഒരു എന്ത് ഭംഗി. അല്ല, വിറയല് കുറഞ്ഞപ്പോ വിറയല് കുറഞ്ഞപ്പോ ഓഡിയൻസിന് എന്ത് തോന്നുന്നു? ആവണി അവിടെ എത്തി, ഈ പാട്ടിനെ എത്ര ബ്യൂട്ടിഫുൾ ആക്കി എന്നാണ്. പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ ഇതിന്റെ താളത്തിൽ കണ്ട ഒരൊറ്റ ഋതമാണ് അല്ലേ. എന്താണ് വേറെ ഋതം വെക്കാത്ത? ടു കീപ് ഇറ്റ് വെരി സിമ്പിൾ. ഓക്കെ അനു, എപ്പടി ഇരുന്നത്? ഫസ്റ്റ് ഓഫ് ഓൾ ആവണി കാണാൻ ഒരുപാട് സുന്ദരി കുട്ടിയായിരുന്നു. എനിക്ക് ആ ഡ്രസ്സും ഒക്കെ കോസ്റ്റ്യൂംസ് ഒക്കെ വളരെ ഭംഗിയായിട്ടുണ്ട് കേട്ടോ. പാട്ട് ഉഗ്രൻ ചോയ്സ് ആണ്, എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു പാട്ടാണ്. ചിത്രമ്മയുടെ ആ ഒരു മാജിക്കൽ ടച്ച്, ആ സംഗതി കേൾക്കുമ്പോൾ അങ്ങനെ വളരെ ഈസി ആയിട്ടാണ് നമുക്ക് തോന്നുന്നത്. പക്ഷെ
ഇന്ന് ആവണി പാടിയപ്പോഴാണ് ഓ ഇത്രയും ഉണ്ടോ, ഇത്ര സംഭവം ഉണ്ടോ അതിൽ, അങ്ങനെ തോന്നി എനിക്ക്. ആവണി പല സ്ഥലങ്ങൾ വളരെ ഭംഗിയായിട്ട് പാടി. ശ്രീയേട്ടൻ പറഞ്ഞതുപോലെ ആ ഹൈ നോട്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. എനിക്ക് ആവണിയുടെ വോയിസ് നേരിട്ട് ഇപ്പോൾ കുറേ കാലങ്ങളായിട്ട് വന്നില്ലല്ലോ, അപ്പോൾ ഞാൻ മിസ് ചെയ്തു ഒരുപാട്. ഈ സംഗതികൾ, ചില സംഗതികൾ നന്നായിട്ട് വന്നു, പക്ഷെ ചില സംഗതികൾ ഈ സംഗതി പാടുമ്പോൾ അതിൽ ഹാന്നൊരു വാക്ക് വരുന്നുണ്ട്. അനുപല്ലവി ആ 2 ലൈന് ഒരു പ്രാവശ്യം പാടാമോ? തെക്കേ മുറ്റത്തേ അതെ അതെ, ഹേ എന്താണ്? അല്ല, അതാണ് വിരയിൽ പോലെ തോന്നുന്നത്, മനസ്സിലായോ? ആ വവലല്ലേ എ ഇ ഐ ഒ യു വരുമ്പോ അത് അത് മാത്രം പാടിക്കോ. അത് തന്നെയാണ്, മനസ്സിലായല്ലേ? അപ്പൊ ഇപ്പൊ ഈ ലോങ് സംഗതി വരുമ്പോ കുറച്ചുകൂടി ഒന്ന് ഫ്ലോയില് പാടിയാ നമുക്ക് ആ സംഗതിന്റെ ഭംഗി കൂടുതൽ കിട്ടും. ഇതാണ് നമുക്ക് പറയേണ്ടത്. അതല്ലാതെ ഓഫ്കോഴ്സ് ഐ ലവ് യുവർ വോയിസ് ഇൻ ദിസ്. എന്നാലും ഒരു അവയർനെസ്സോടെ ഇനി പ്രാക്ടീസ് ചെയ്യാം കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അപ്പൊ ഒരു ചലഞ്ച്. അപ്പൊ ആദ്യം എ പാട്. അത് ഒരു വവ്വാല് ശരിയായി. ഓൾമോസ്റ്റ്. കൊള്ളാം, മതി. 3 മണിയാ മാർക്കറ്റില്ല. ഈ വവ്വാലുകൾ എത്ര എണ്ണം ശരിയായി ഈ പ്രാവശ്യം പാടിയപ്പോ? ഏകദേശം 4 of them. അപ്പോ നമ്മുടെ ആവണിക്കുട്ടി ഈസ് ഗോയിങ് ടു ബി അവാർഡഡ് എ ബോം ടുഡേ. മക്കളെ ഒരു വവ്വാല് പൂക്കിട്ടോട് നോക്ക്. കൺഗ്രാറ്റുലേഷൻസ്, യു ആർ അവാർഡഡ് എ വാവ്.